അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര നിരാശയിലൊക്കെ ഇരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും പറഞ്ഞു, എൻ്റെ ഈശോയെ, ഈ 9 വർഷം ഞാൻ കാത്തിരുന്നില്ലേ, ഞാൻ ഒരിക്കലും നിന്നെ കൈവിടത്തില്ല, ഞാൻ ഇനി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് 2023 ജനുവരിയിൽ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോകാൻ തുടങ്ങി. കാരണം 3 എണ്ണം കഴിഞ്ഞു. ഇനി ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു ചാൻസും ഇല്ല, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല, അഡോപ്ഷൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഹസ്ബൻഡ് പറഞ്ഞു, നമ്മളെന്തായാലും അഡോപ്ഷൻ ചെയ്യുന്നില്ല, നമുക്ക് ഈശോ തരുമെന്ന് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് 2023 ജനുവരിയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ ഈ മാതാവിനെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജോയിൻ്റ് ഉടമ്പടി എടുത്ത് ഞങ്ങളിങ്ങനെ തൊട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഈ മാതാവിന് ഭയങ്കര പവറാണല്ലോടി, അവിടെ വെച്ചപ്പോഴത്തേനും തന്നെ എനിക്കെന്തോ എൻ്റെ ശരീരത്തിൽ എന്തോ തോന്നിയെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ 1 വർഷം ജോലി കഴിഞ്ഞ് വന്ന്, അപ്പോൾ ജോലി ഉപേക്ഷിച്ച് വന്ന് ഇവിടെ വന്ന് ചെയ്തു. അപ്പോൾ തിരിച്ച് ചെന്നപ്പോഴത്തേനും എല്ലാവരും ചോദിച്ചു, ഒന്നും ആയില്ലേ, ഒന്നും ട്രീറ്റ്മെൻറ്റ് ഒന്നും സക്സസ് ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞങ്ങൾ പറഞ്ഞ സാരമില്ല. അപ്പം ഞാൻ മാർച്ചിലാണ് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയത്. മാർച്ച് തുടങ്ങി 3 മാസത്തെ മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിച്ച്, കാരണം എപ്പോഴും നമ്മളിങ്ങനെ ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, എല്ലാം നെഗറ്റീവായിരുന്നു. പക്ഷേ ഈ പ്രതീക്ഷീകരണ പ്രാർത്ഥന രാവിലെ 5:30 ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി ഇന്ന് കൈവരിച്ച് പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തൈലവും കൊണ്ട് ചാച്ച എപ്പോഴും എൻ്റെ വയറിലിങ്ങനെ കുരിശിടുമായിരുന്നു. അതിട്ട് ആ കറക്റ്റ് മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും പോസിറ്റീവ് കണ്ടു. ഞങ്ങൾക്ക് എങ്ങനെ ഞാൻ ഓടി അപ്പോൾ ഞാൻ പച്ചമെഴുകുതിരി കത്തിച്ചിട്ടായിരുന്നു ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ പോയത്. ഞാൻ ഓടി വന്ന മെഴുകുതിരിയുടെ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും മുട്ടുകുത്തി നിന്ന്, എൻ്റെ മാതാവേ, നീയാണ് ഇത് ഈശോ വഴി ഞങ്ങൾക്ക് തന്നത് ഈ കുഞ്ഞിനെ. അത് ആ 2023 എടുത്തു. 24 ജനുവരിയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു, ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. ഇവൻ്റെ പേര് ഗബ്രിയേൽ ജോയ് ജസ്റ്റിൻ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഒരുപാട് ഞങ്ങളുടെ കൂടത്തിലുള്ള എൻ്റെ ജോലി ചെയ്യുന്ന വെള്ളക്കാരോടൊക്കെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഒരു മാതാവുണ്ട് കൃപാസനത്തിൽ, എന്ത് ചോദിച്ചാലും മാതാവ് തരും. നമ്മൾ എത്രയും മാതാവെ ചെല്ലുമ്പം പറയത്തില്ലേ, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ലേ ഈ മാതാവ്. അതുപോലെയാണ് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പം നമുക്ക് മാതാവ് തന്നിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ സാക്ഷ്യം വരെ ഞങ്ങൾ ഉറച്ച് പറയുന്നു. മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കും ഈ മാതാവ് ഒരു പ്രതീക്ഷയാണ്. ഞങ്ങൾക്കത് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അമ്മ മാതാവിനും ഈശോപ്പച്ചനും കൊടാനുകൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ ഈ കുഞ്ഞിന് മാതാവ് കൂടെ നടന്ന് അനുഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് കാണുകയും കൂടെ ചെയ്യാം.